ഹായ് നമസ്കാരം. ഊട്ടി സീരീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ ഒരു ടീ ഫാക്ടറിയിലാണ്. ഇവിടെ തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ടീ ഫാക്ടറിയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയുമാണ്. ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാനും പിന്നെ കുറച്ച് ടീസ് രുചിച്ച് നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പോകുന്ന ടീ ഫാക്ടറിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന മറ്റൊരു ടീ ഫാക്ടറി കൂടിയുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് നിർമ്മാണ യൂണിറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ടീ ഫാക്ടറിയുടെ തൊട്ടടുത്തായിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ഒരു പാർക്കും ഉണ്ട്. ഒരുപാട് നല്ല ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ആക്ടിവിറ്റിക്കും ഓരോ റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കയറാവുന്നതാണ്. ടീ ഫാക്ടറിയിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതേപോലൊരു പാലം ടീ ഫാക്ടറിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഈ പാലം കയറി കുറച്ച് നടന്നു വേണം നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് ചെല്ലുവാനായിട്ട്. വളരെ വലിയ പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു ഫാക്ടറി കൂടിയാണിത്. ഈ പാലത്തിൻ്റെ ഇങ്ങേയറ്റത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ ഇങ്ങേയറ്റത്ത് വന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഊട്ടിപ്പട്ടണം ഏകദേശം മുഴുവനായിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഈ ടീ ഫാക്ടറിയോട് ചേർന്ന് ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം പോകാൻ. കുറച്ച് നടക്കാനുണ്ട് നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് ചെല്ലാനായിട്ട്. എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 10 രൂപയാണ് ഇവിടെ. ഇതേപോലെ ഒരു ടാഗൊക്കെ തരും നമുക്ക് കൈ കെട്ടാനായിട്ട്. ഇത് കെട്ടിയിട്ട് വേണം നമ്മൾ ടീ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകാനായിട്ട്. നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഇതേപോലെ 1-2 മെഷീനുകളൊക്കെ വച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇത് ആദ്യകാലങ്ങളിൽ ടീ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന മെഷീനുകളാണെന്നാണ്. നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് കിടക്കുന്നതിനുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. നമ്മളപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടീ ഫാക്ടറിയുടെ അകത്തേക്ക് കയറുകയാണ്. ടീ ഫാക്ടറിയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് ഇവിടുത്തെ ടീ ഫാക്ടറിയുടെയും അതുപോലെ തന്നെ ടീയുടെ ഒക്കെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഫോട്ടോ സെക്ഷനാണ്. ടീ ഫാക്ടറിയിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല പച്ച തേയിലയുടെ മണമാണ്. അടിപൊളി ഒരു ഫീലാണത്. ഇവിടെ മുതലാണ് ഈ നമ്മളിന്ന് ഉള്ളിക്കൊണ്ടുവരുന്ന തേയില എങ്ങനെ നമ്മൾ ചായ കുടിക്കുന്ന ചായപ്പൊടി ആകുന്നു എന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. തൊഴിലാളികൾ പറിച്ചുകൊണ്ട് വരുന്ന തേയില ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലുള്ള മെഷീനുകളിൽ കയറ്റി വിടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തേയില ചായപ്പൊടി ആകാൻ പോകുന്നതിനുള്ള ആദ്യത്തെ പ്രോസസ്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മെഷീനിൽ നിന്ന് വരുന്ന തേയില അതേ കണ്ടോ ഒരു കുഴലിലൂടെ താഴത്തേക്ക് ചാടി പോവുകയാണ് ചെയ്യുന്നത്. ഇത് നേരെ ചെല്ലുന്നത് വേറൊരു മെഷീനിലേക്കാണ്. ആ മെഷീനിലേക്ക് വരാൻ നേരത്തേക്കും തേയില ഏകദേശം അരച്ച് പൊടിച്ച് പൊടി രൂപത്തിലായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അരച്ച് പൊടിച്ച് വരുന്ന തേയില ഓരോരോ മെഷീനിലൂടെ കയറി പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന തേയിലയെല്ലാം അവസാനം വന്നെത്തുന്നത് ഈ ഒരു മെഷീനിലേക്കാണ്. ഈ മെഷീൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചായപ്പൊടി ഉണ്ടായി വരുന്നത്. നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് വന്ന പച്ചത്തേയിലൊക്കെ ഇപ്പോൾ ഏകദേശം ചായപ്പൊടിയുടെ രൂപത്തിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ മെഷീനിൽ നിന്നും വന്ന ചായപ്പൊടി പല പല ക്വാളിറ്റിയിലുള്ള ചായപ്പൊടിയായിട്ട് തരംതിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോം വുഡ് എന്നാണ് ഇവിടുത്തെ ടീ ഫാക്ടറിയുടെ പേര്. വേറെ എങ്ങും ഈ പേര് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ഈ കമ്പനിയുടെ പേര് മനസ്സിലായത്. പിന്നെ ഇവിടുത്തെ ടീ ഫാക്ടറി സന്ദർശിക്കുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് ഓരോ ഗ്ലാസ് ചായ ലഭിക്കും. ഇവിടുത്തെ തന്നെ ടീ പൗഡറൊക്കെ ഇട്ട ചായയാണിത്. ഇവിടെ നമുക്ക്
ആപ്പിൾ ടീ ഒക്കെ കിട്ടും. അതൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണ്, അടിപൊളി ടീ ആണ്. നല്ല അടിപൊളി ടീ ആണ്. ഇത് ബട്ടറൊക്കെ ഇട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ചായപ്പൊടിക്ക് മേടിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റിൽ അവരുണ്ടാക്കി തന്നെയാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ ഫാക്ടറി ഔട്ട്ലെറ്റാണ്. പലതരത്തിലുള്ള ടീ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിച്ചാൽ മതി. നിർബന്ധമൊന്നുമില്ല ഇവിടുന്ന് മേടിക്കണമെന്ന്. ലെമൺ ടീ, ജിഞ്ചർ ടീ, മസാല ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, അങ്ങനെ നിരവധി പല പല ടൈപ്പിലുള്ള ടീസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കാശ് കൊടുത്താൽ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ തന്നെ ഇവർക്കൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അതും കൂടെ നമുക്ക് കാണാം. ഒരു പാക്കറ്റ് ചായപ്പൊടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അകത്ത് കുടിച്ച ചായയുടെ ചായപ്പൊടിയാണെന്നാണ് പറഞ്ഞത്. വീട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കി കുടിച്ചു നോക്കാം ടേസ്റ്റ് കിട്ടുമെന്ന്. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ ചോക്ലേറ്റ് നിർമ്മാണ യൂണിറ്റ്. വളരെ ചെറിയൊരു യൂണിറ്റാണ്. ഈ യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കില്ല. നമുക്കിവിടെ പുറത്ത് നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റൊക്കെ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് താഴെ ചായപ്പൊടി വാങ്ങിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ചോക്ലേറ്റ് വാങ്ങാവുന്നതാണ്. നമുക്ക് സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ തരും. അതൊക്കെ ഫ്രീ ആണ്. നമുക്കതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഇവിടെ നിന്ന് ചോക്ലേറ്റ്സ് വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മളും ഒരു പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിയെങ്കിലും താഴെയാണ് ഇതിൻ്റെ ബില്ലടയ്ക്കേണ്ടത്. താഴെ വന്ന് ബില്ലടച്ചിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ചോക്ലേറ്റ് ഡെലിവറി മേടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടീ ഫാക്ടറി വിസിറ്റിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.